തിരുവനന്തപുരം സദ്യ കഴിച്ചു, തൃശ്ശൂർ സദ്യ കഴിച്ചു. രണ്ടിലും നല്ല വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. വിളമ്പുന്ന രീതികളിലും വിഭവങ്ങളിലും രുചികളിലുമുള്ള വ്യത്യാസങ്ങൾ. പക്ഷെ രണ്ടും വെജിറ്റേറിയൻ സദ്യകളായിരുന്നു. ആൻഡ് നോർത്ത് കേരളത്തിൽ നോൺ വെജ് ഇല്ലാത്ത സദ്യ കംപ്ലീറ്റ് അല്ല, പ്രത്യേകിച്ച് മീൻ വിഭവങ്ങൾ. ആൻഡ് ആ സമുദ്ര സദ്യ തേടി നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് സിറ്റി ഓഫ് സ്പൈസസ് കോഴിക്കോടാണ്. ഞാനൊക്കെ ജനിച്ചത് തൊട്ട് നമ്മൾ കണ്ടു വളർന്ന കാര്യങ്ങളാണല്ലോ ചെയ്യാം. എൻ്റെ വീട്ടിലെന്തായാലും മീനുണ്ടാവും. പക്ഷെ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നല്ലേ, എൻ്റെ വീട്ടിലുണ്ടാവാറുണ്ട്. സദ്യ ആയാലും ഇനിയിപ്പോൾ എന്ത് പരിപാടിയാണെങ്കിലും നോൺ വെജ് കയറും. അതൊരു ഇതാണ്. പിന്നെ എന്തെങ്കിലും ഈ ഞങ്ങൾ ആചാരമായിട്ടുള്ള ഈ ശബരിമല പോക്ക് അങ്ങനത്തെ ഒക്കെ പരിപാടി ഉണ്ടാകുമ്പോൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ആ നൂൽമ്പെടുക്കുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ നോൺ വെജ് വീട്ടിൽ കയറാത്ത ദിവസങ്ങളുള്ളൂ. വെച്ചാൽ മണ്ഡലമാസ സമയത്ത്. അല്ലാത്ത സമയത്ത് മൊത്തം നോൺ വെജിനെ കൊണ്ടേ ഉള്ളൂ പരിപാടി. ഇപ്പം സദ്യ ആണെങ്കിലും എന്താണ്, നമ്മൾ എന്തായാലും ഒരു ഫിഷ് ഫ്രൈ സൈഡിലുണ്ടാവും, ഒരു പൊരിച്ചതോ അല്ലെങ്കിൽ ഫിഷ് കിട്ടിയില്ലേ ചിക്കൻ, എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ സദ്യയിൽ സൈഡിൽ വെക്കും. അതാണ് നമ്മളൊരു ഇത്. എന്താ വെച്ചാൽ നമ്മൾ കണ്ടു വളർന്നത് അങ്ങനെയാണ്, ഞങ്ങൾ കണ്ട് കഴിച്ച് വളർന്നത് അങ്ങനെയാണ്. നമുക്കതൊന്നും മാറ്റി ചെയ്യാനുള്ള കഴിയില്ല. ഇപ്പം സദ്യ മീനില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സങ്കടമാണ്. കോഴിക്കോടിൻ്റെ ഫുഡ് കൾച്ചറിൽ ഒരു പ്രധാന കണ്ണിയാണ് മീൻ. ഒരു വർഷത്തിൽ 1,00,000 ടണ്ണിലേറെ മീൻ ഉൽപ്പാദിപ്പിക്കുന്ന കോഴിക്കോട് കേരളത്തിലെ പ്രധാനപ്പെട്ട മത്സ്യ ഉൽപ്പാദന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജി നടത്തിയ ഒരു സർവേ പ്രകാരം കോഴിക്കോടിൽ 64% ആൾക്കാരും എല്ലാ ദിവസവും മീൻ കഴിക്കും. മീനിനോടുള്ള ഈ പ്രേമം കോഴിക്കോടിൻ്റെ കുക്കിംഗ് കൾച്ചറിൽ പല പുതിയ പരീക്ഷണങ്ങൾക്കും വഴിയൊരുക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു പരീക്ഷണത്തിൽ നിന്നാണ് കേരള സദ്യയുടെ ഒരു പുതിയ രൂപം സമുദ്ര സദ്യ അംബിക ഹോട്ടലിൽ ഉണ്ടായത്. പുതിയൊരു അംബിക മെസ്സായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഫിഷ് ഫ്രൈ മീൽസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ. 2018 ആയപ്പോൾ നമ്മൾ റെസ്റ്റോറൻ്റ് ആക്കി സ്റ്റാർട്ട് ചെയ്തു. ഇതിൽ ഈ സമുദ്ര സദ്യയിലുള്ള ഓരോ ഐറ്റംസ് നമ്മൾ പണ്ടേ ചെറുപ്പത്തിലാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഓരോ ഫംഗ്ഷനും ഓരോന്ന് വരുമ്പോൾ അവർ ഓരോന്ന് ട്രൈ ചെയ്യും. ഇതിപ്പോൾ വെജ് ആണെങ്കിലും അത് ഒരു ഫിഷ് കറീൻ്റെ ആ ഒരു ഫ്ലേവർ വരും നമുക്ക്. ഇവർക്കത് അതിനുള്ളൊരു ടാലൻറ്റ് ഇവർക്കുണ്ട് അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. വടക്കൻ കേരളത്തിൽ നോൺ വെജ് സദ്യകളുണ്ടെന്ന് നമ്മൾ പലരും കേട്ടിട്ടുണ്ടാവും. അവയിലൊക്കെ സദ്യയുടെ ഒരു എക്സ്ട്രാ വിഭവമാണ് മീനും ചിക്കനും. പക്ഷേ ഈ സമുദ്ര സദ്യയിൽ മീൻ എല്ലാ വിഭവങ്ങളുടെയും ഭാഗമാണ്. ഇലയും ചോറും പായസവും ഒഴിച്ച് ബാക്കി എല്ലാ വിഭവങ്ങളിലും മീനുണ്ട്. മീൻ പുളി, മീൻ അച്ചാർ, ചെമ്മീൻ പൊടി, ഉണക്കമുള്ളൻ, കൂന്തൽ റോസ്റ്റ്, ചെമ്മീൻ പീര, ഇരുണ്ട് ഫ്രൈ, കടുക്ക അനിയൻ റോസ്റ്റ്, ക്രാബ് റോസ്റ്റ്, മത്തിക്കപ്പ, മീൻ അവിയൽ, മീൻ മുളകിട്ടത്, സ്പെഷ്യൽ മീൻ ടൂണ കറി, മീൻ സാമ്പാർ, മീൻ വറുത്തരച്ചത്, മീൻ മസാല പാപ്പഡ്, ഞണ്ട് രസം, ഐക്കൂറ ഫ്രൈ, നത്തോലി ഫ്രൈ, പായസം, കുറുവ റൈസ്, ഇവയൊക്കെയാണ് സമുദ്ര സദ്യയിലെ വിഭവങ്ങൾ. സത്യം പറയുന്നത് ഞങ്ങൾ കൊണ്ടുവന്ന മാത്രം ഐറ്റമല്ല, അത് പണ്ടൊരു സാധനം ഉണ്ടായിരുന്നു. ഒരു മീൻ സദ്യ, ഫിഷ് സദ്യ ഉണ്ട് പണ്ടൊരു ഐറ്റം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയല്ല, ഈ സംഭവമല്ല. അത് വെച്ചാൽ ചമ്മന്തി, ഇപ്പം പുളി, മീൻ പുളി, അതൊക്കെ ഓൾറെഡി മാർക്കറ്റിലാണ്. ഈ ട്രിവാൻഡ്രം സൈഡിലുള്ള സാധനങ്ങളാണ് മീൻ അച്ചാർ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അതേമാതിരി മീൻ ചമ്മന്തി, പല ടൈപ്പ് മീൻ ചമ്മന്തികൾ, അങ്ങനത്തെയൊക്കെ സദ്യ വെച്ചിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു. വെച്ചാൽ ഈ സമുദ്ര സദ്യ എന്നല്ല അതിൻ്റെ പേര്, വേറെ ഒരു ഫിഷ് സദ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായിരുന്നു. വെച്ചാൽ മീനൊക്കെ വെച്ച് കുറച്ച് പൊരിച്ച് മീനൊക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടി. അപ്പം നമ്മൾ അതിന് ഡിഫറെൻ്റ് ആയിട്ട് എങ്ങനെ ചെയ്യാം, അങ്ങനെയാണ് ഈ സാധനത്തിലേക്ക് എത്തുന്നത്. എന്താന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടം അതാണ്. ഈവൻ കോഴിക്കോട്ടുകാർക്ക് മാത്രമല്ല കേട്ടോ, ഇപ്പം ഇവിടെ ഈ ഹോട്ടലിൽ വരുന്ന ഒരു
നമ്മൾ അറിഞ്ഞു വരുന്ന ഒരു 90% കസ്റ്റമേഴ്സ് മീൻ കഴിക്കാനാണ്. അത് കോഴിക്കോട് മാത്രമല്ല വരുന്നത്, ഈ മലപ്പുറം സൈഡ് നല്ലോണം ആൾക്കാർ വന്ന് കഴിക്കുന്നുണ്ട്. അതേമാതിരി ഈ കോഴിക്കോട് ഔട്ടർ ഭാഗങ്ങൾ, ഈവൻ കണ്ണൂർ, എറണാകുളം, ഇവിടെ നിന്നൊക്കെ മീൻ കഴിക്കാനായിട്ടുള്ള അതിനായിട്ടൊരു സെഗ്മെന്റ് ആൾക്കാരുണ്ട്. ഈ ഫിഷിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കോഴിക്കോട് എല്ലാവരും കഴിക്കും. ഒന്നാമത് കടലടുത്തുള്ളതുകൊണ്ടാവാം. അച്ചപ്പം കടലാണെങ്കിലും പുഴയാണെങ്കിലും മീൻ കഴിക്കും. മീനിനോട് എല്ലാവർക്കും ചിക്കനെക്കാട്ടും പ്രിയം മീനിനോടാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമേ ചിക്കൻ ഉണ്ടാവുള്ളൂ, ബാക്കി 6 ദിവസം മീനാ. അതൊരു റൊട്ടീനാണ്. such a different experience because ബാക്കിയുള്ള സദ്യയൊക്കെ എല്ലാവരുടെയും കഴിക്കേണ്ടതാണ്. ദിസ് വാസ് സോ ഡിഫറെന്റ് ഫോർ മീ. സാമ്പാറിൽ മീനുണ്ട്, രസത്തിൽ മീനുണ്ട്, പിന്നെ തേങ്ങയുടെ കറിയിൽ മീനുണ്ട്. സോ you can basically add fish to all the curries that you have in a sadhya and it'll still taste sometimes even better. The aipura fry aanu. Oh my god, the flavor is so good. Like our masala marination, I think that's where the key factor lies in. Bang on. Yeah. മനസ്സിലാവുന്നില്ല. അങ്ങനെ നമ്മുടെ സദ്യയുടെ യാത്ര അവസാനിക്കുകയാണ്. തിരുവനന്തപുരത്ത് തുടങ്ങി തൃശ്ശൂരിലൂടെ കോഴിക്കോട് എത്തിയപ്പോൾ ഒരു കാര്യം വ്യക്തമായി. സദ്യ എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെനു അല്ല. ഓരോ നാടും അവരുടെ ചരിത്രവും ആചാരങ്ങളും രുചികളും ഉൾപ്പെടുത്തിയാണ് അവരുടെ സദ്യ നിർമ്മിക്കുന്നത്. And while we may not be able to choose the best sadhya, what we can say is that the sadhya brings out the best in every single Malayali. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പ്ലീസ് ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. And don't forget to like and subscribe to this channel.